എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ മണീറ കൊയിലാണ്ടി. ഞങ്ങളിന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തുൽ അഹ്സാബിലെ 44 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ്. പേജ് നമ്പർ 424 നിന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സബിറ കൊയിലാണ്ടി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാമുൻ വഅഅദ്ദ ലഹും അജ്റൻ കരീമാ. അവർ അവനെ കാണുന്ന ദിവസം അവർക്കുള്ള ഉപചാരം സലാം എന്ന് സമാധാന സന്ദേശമായിരിക്കും. അവർക്കു മാന്യമായ പ്രതിഫലം അവൻ ഒരുക്കി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഹേ നബിയെ, നിശ്ചയമായും നാം നിന്നെ സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും ആയിക്കൊണ്ട് അയച്ചിരിക്കുകയാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അള്ളാഹുവിലേക്കു അവൻ്റെ ഉത്തരവനുസരിച്ച് ക്ഷണിക്കുന്നവനായും പ്രകാശം നൽകുന്ന ഒരു വിളക്കായും നിന്നെ അയച്ചിരിക്കുന്നു. വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറാ. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വലുതായ ഔദാര്യം അഥവാ അനുഗ്രഹം ഉണ്ടെന്ന് നീ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. വലാ തുദ്ഇൽ കാഫിരീന വൽ മുനാഫിഖീന വദഅ അദാഹും വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീലാ. അവിശ്വാസികളെയും കപടവിശ്വാസികളെയും അനുസരിക്കുകയും ചെയ്യരുത്. അവരുടെ ശല്യത്തെ നീ അവഗണിച്ചു വിട്ടേക്കുകയും അള്ളാഹുവിൻ്റെ മേൽ ബരമേൽപ്പിക്കുകയും ചെയ്യുക. ബരമേൽപ്പിക്കപ്പെടുന്നവനായി അള്ളാഹു തന്നെ മതി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നകഹ്തുമുൽ മുഅ്മിനാതി ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراجا جميلا. വസരിഹൂഹുന്ന സറാഹൻ ജമീലാ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യവിശ്വാസികളായ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും പിന്നീട് അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി അവരെ നിങ്ങൾ വിവാഹമോചനം അഥവാ ത്വലാഖ് ചെയ്യുകയും ചെയ്യുന്നതായാൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കേണ്ടുന്ന യാതൊരു ഇദ്ദയും നിങ്ങളോട് അവർക്കു ബാധ്യത ഇല്ല. എന്നാൽ നിങ്ങൾ അവർക്ക് മോചന വിഭവം നൽകുകയും അവരെ ഭംഗിയായ പിരിച്ചയക്കുകയും ചെയ്യണം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك
التي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. ഹേ നബിയെ, നീ പ്രതിഫലങ്ങൾ, വിവാഹമൂല്യങ്ങൾ കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നാം നിനക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് ആക്കി യുദ്ധത്തിൽ കൈവശം വരുത്തി തന്നവരിൽ നിന്നും നിന്റെ വലങ്കൈ ഉടമയാക്കിയിട്ടുള്ളതും അടിമ സ്ത്രീകളെയും നിന്റെ ഒന്നിച്ചു രാജ്യം ത്യജിച്ച് ഹിജ്റ പോന്നവരായ നിന്റെ പുത്രിമാരെയും അമ്മായികളുടെ പുത്രിമാരെയും നിന്റെ അമ്മാവൻ്റെ പുത്രികളെയും നിന്റെ ഇളയമ്മ മൂത്തമ്മമാരുടെ പുത്രികളെയും സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ അവളുടെ സ്വന്തം ദേഹം നബിക്കു ദാനം നൽകിയെങ്കിൽ നബി അവളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം സത്യവിശ്വാസികൾക്കില്ലാതെ നിനക്ക് മാത്രമായുള്ളതെന്ന നിലക്ക് അവളെയും അനുവദിച്ചിരിക്കുന്നു. തീർച്ചയായും നമുക്കറിയാം, അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലങ്കൈകൾ ഉടമയാക്കിയതിൻ്റെ അടിമകളുടെയും കാര്യത്തിൽ അവരുടെ മേൽ നാം നിയമിച്ചിരിക്കുന്നതെന്താണെന്നു നിന്റെ മേൽ യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാകുന്നു ഇതെല്ലാം നിനക്ക് അനുവദിച്ചത്. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.